നമസ്കാരം. താൻ അമിത അളവിൽ ലഹരി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം നിഷേധിച്ച് സ്പേസ് എക്സ് സ്ഥാപകനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക്. ട്രംപിന്റെ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഇലോൺ മസ്ക് ലഹരി ഉപയോഗിച്ചിരുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ട്രംപിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിടെ കെറ്റമിൻ, എക്സ്റ്റസി, മാജിക് മഷ്റൂം തുടങ്ങിയ വിവിധ ലഹരികളുടെ ഒരു കൂട്ടം മസ്ക് ഉപയോഗിച്ചിരുന്നുവെന്നും നേരത്തെയുള്ള ആരോപണത്തിന് ഇപ്പോൾ ചില തെളിവുകൾ ലഭിച്ചുവെന്നുമായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടുകൾ. എന്നാൽ ന്യൂയോർക്ക് ടൈംസ് കള്ളം പറയുകയാണെന്നായിരുന്നു മസ്കിന്റെ വിമർശനം. ശനിയാഴ്ചയാണ് ഇക്കാര്യങ്ങൾ നിഷേധിച്ച് മസ്ക് രംഗത്ത് വന്നത്. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വ്യക്തമായി പറയുന്നു, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല. ന്യൂയോർക്ക് ടൈംസ് കള്ളം പറയുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രിസ്ക്രിപ്ഷൻ കെറ്റാമൈൻ പരീക്ഷിച്ചിരുന്നുവെന്ന് എക്സിൽ പറഞ്ഞതാണ്. അതിനാൽ ഇതൊരു വാർത്തയല്ല. ഇത് കടുത്ത മാനസിക സംഘർഷത്തിൽ നിന്ന് മോചനം നേടാൻ സഹായിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഞാനിത് ഉപയോഗിച്ചിട്ടില്ലെന്നും മസ്ക് കൂട്ടിച്ചേർത്തു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിന് ശേഷം മസ്കിന്റെ ശരീരത്തിലുണ്ടായ ചില പരിക്കുകളും ഏറെ ചർച്ചയായിരുന്നു. തന്റെ ഇളയ മകനുമായി കുതിരസവാരി നടത്തുമ്പോൾ സംഭവിച്ച പരിക്കെന്നായിരുന്നു ഇതിൽ മസ്കിന്റെ വിശദീകരണം. വെള്ളിയാഴ്ച മസ്കിന്റെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് അറിയാമോ എന്ന് ഒരു റിപ്പോർട്ടർ ട്രംപിനോട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ട്രംപ് മറുപടി നൽകിയായിരുന്നു. ഡോജിന്റെ തലപ്പത്തെത്തിയത് മുതൽ ട്രംപ് ഭരണത്തിൽ മസ്കിന്റെ പങ്ക് വർദ്ധിച്ചതോടെ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ പലരും ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ക്യാബിനറ്റ് അംഗങ്ങളെ അപമാനിക്കുന്നതും റാലിയിൽ നാസികൾ സല്യൂട്ട് ചെയ്യുന്നത് പോലെ സല്യൂട്ട് ചെയ്തതും വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്ത് സാം ഹാരിസ് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള മസ്കിന്റെ ധാരണയിൽ പോലും ഗുരുതരമായ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഡോജിൽ നിന്നുള്ള മസ്കിന്റെ രാജിക്ക് പിന്നാലെ പുറത്തു വന്ന റിപ്പോർട്ട് ഇവയെ പരസ്പരം ബന്ധിപ്പിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കെറ്റാമൈൻ അമിതമായി ഉപയോഗിച്ചതായും അതിനാൽ അദ്ദേഹത്തിന് മൂത്രാശയ പ്രശ്നങ്ങൾ ഉണ്ടായതായും ന്യൂയോർക്ക് ടൈംസ് വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. മസ്ക് 20 ഡോസുകളടങ്ങിയ ലഹരി മരുന്ന് സ്ഥിരമായി കൊണ്ടു നടക്കാറുണ്ടായിരുന്നുവെന്നും നിരന്തരമായുള്ള ലഹരി ഉപയോഗം മസ്കിന്റെ ആരോഗ്യത്തെ പ്രത്യേകിച്ചും ബ്ലാഡറിനെ ദോഷകരമായി ബാധിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മസ്കിന്റെ ലഹരി ഉപയോഗം പരിധി വിട്ടെന്നുമായിരുന്നു റിപ്പോർട്ട്. ഡോജിൽ നിന്ന് രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു മസ്കിനെതിരെയുള്ള ആരോപണം. റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപും മസ്കും ഒരുമിച്ച് പങ്കെടുത്ത പ്രസ് കോൺഫറൻസും നടന്നു. സർക്കാർ കാര്യക്ഷമതാ വകുപ്പിൽ നിന്ന് പട്ടിയിറങ്ങുന്ന മസ്കിനുള്ള വിടവാങ്ങൽ പാർട്ടിക്കിടയിലായിരുന്നു പത്രസമ്മേളനത്തിൽ അസ്വസ്ഥനായിരിക്കുന്ന മസ്കിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു. ട്രംപ് പത്രസമ്മേളനത്തിനിടയിൽ സംസാരിക്കുന്നതിനിടെ അസ്വസ്ഥനായി ഇളകിയാടുന്ന മസ്കിന്റെ വീഡിയോ പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയായിരുന്നു. മസ്ക് ലഹരി ഉപയോഗിച്ചെന്ന വീഡിയോയ്ക്ക് താഴെ നിരവധി പേരായിരുന്നു കമന്റ് രേഖപ്പെടുത്തിയത്. അതേസമയം മുൻപൊരിക്കൽ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ കറുപ്പണിഞ്ഞെത്തിയ മസ്ക് മരമുറി യന്ത്രം കയ്യിലെടുത്തതും ഏറെ ചർച്ചയായിരുന്നു. മസ്കിന്റെ മാനസിക നിലയെക്കുറിച്ച് നേരത്തെയും ചർച്ചയുണ്ടായിരുന്നെങ്കിലും ഈ പ്രകടനം കൂടി ആയപ്പോൾ കൂടുതൽ അസ്വാഭാവികമായി മാറുകയാണെന്ന ആശങ്കയ്ക്ക് ഇത് കാരണമായിരുന്നു. അതേസമയം ട്രംപിനൊപ്പം കൂടിയ ഘട്ടത്തിൽ ട്രംപിനെതിരായ രോഷം കൂടി മസ്കിന് ലോകത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്നു. ടെസ്ലയുടെ വിൽപ്പന കുത്തനെ ഇടിയുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു ഡോജിൽ നിന്ന് മസ്ക് പടിയിറങ്ങിയത്. അതേസമയം ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മസ്ക് ഡോജ് വിട്ടതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. US മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരിഫുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മസ്ക് വിലയിരുത്തിയിരുന്നു. സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനായിട്ടായിരുന്നു ട്രംപ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് പ്രഖ്യാപിച്ചത്. പിന്നീട് ഇലോൺ മസ്ക് ഡോജിന്റെ തലവനായി എത്തി. തുടർന്ന് ജീവനക്കാരെ ഒഴിവാക്കലടക്കം നിരവധി പരിഷ്കാരങ്ങൾ മസ്ക് നടപ്പാക്കിയിരുന്നു. ഫോക്സ് ന്യൂസിന്റെ പരിപാടിയിൽ പങ്കെടുക്കവേ ഏജൻസിയുടെ പ്രവർത്തനത്തെയും നേട്ടങ്ങളെയും കുറിച്ച് മസ്ക് വിശദീകരിച്ചു. ജീവനക്കാരെ പിരിച്ചുവിടൽ, ആസ്തി വിൽപ്പന, കരാർ റദ്ദാക്കൽ എന്നീ നടപടികളിലൂടെ മാർച്ച് 24 വരെ $115 ബില്യൺ ലാഭിക്കാൻ കഴിഞ്ഞെന്നായിരുന്നു മസ്ക് അവകാശപ്പെട്ടത്.